ഹായ്, കഴിഞ്ഞ ദിവസം തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഈ ക്വസ്റ്റ്യൻ എത്ര പേർക്ക് ചെയ്തു ആൻസർ കിട്ടിയെന്ന് അറിയത്തില്ല. സാധാരണഗതിയിൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ് എക്സാമിന് ചോദിച്ച് കാണാറുള്ളത്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര ടഫാണെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഇതിന്റെ ആൻസർ കിട്ടും. അതിന്റെ എളുപ്പ വഴികളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ട്രഡീഷണൽ മെത്തേഡ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ 1-2 എളുപ്പ വഴികളും പറഞ്ഞു തന്നു. അതിൽ ട്രഡീഷണൽ മെത്തേഡ് പറഞ്ഞാൽ ഇപ്പോൾ അരമണിക്കൂറോളം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം അത് വലുതായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം അത് പഠിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതിന് തന്നെ 2-3 എളുപ്പ വഴികളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള എളുപ്പ വഴികൾ പറഞ്ഞു തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ ഈ എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് ഒരു പെർസെൻറ്റേജിനെ വേറൊരു പെർസെൻറ്റേജിന് മൾട്ടിപ്പിൾ ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡ് ഉപയോഗിക്കാം. എങ്കിൽ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ നോക്കിയേ, അയാൾക്കൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? കോസ്റ്റ് പ്രൈസ് ഇൻമേൽ പ്രോഫിറ്റ് ഒരു 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അയാൾ വെയിറ്റിനകത്തും അയാൾക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു? 950 ഗ്രാം ആയിരുന്നു കിലോഗ്രാമിന്റെ വെയിറ്റിൽ. 950 ഗ്രാം ആയിരുന്നു 1 കിലോഗ്രാം വെയിറ്റിന്റെ സ്ഥലത്ത്. 1 കിലോഗ്രാം വെയിറ്റിന്റെ സ്ഥലത്ത് ഇവിടെ അയാൾക്ക് എത്ര പെർസെന്റേജ് ഇതിൽ പ്രോഫിറ്റ് കിട്ടും? നമ്മൾ ജസ്റ്റ് ഇത് മാത്രം നോർത്താൽ മതി. ഇവിടെ അയാൾക്ക് എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാകും? നോക്കിയേ, ഇവിടെ 1 കിലോ ആയിരുന്നു, അതിന് 950 ഗ്രാം ആണ്. ഇതിന്റെ എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് അയാൾക്ക്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നതിന്റെ പ്രോഫിറ്റ് എങ്ങനെ കണക്കാക്കുന്ന? പ്രോഫിറ്റ് പെർസെന്റേജ് എങ്ങനെയായിരുന്നു? എറർ ബൈ എറർ വാല്യൂ. ഇവിടെ എറർ എത്രയായിരുന്നു? 50 ഗ്രാം ആണ് എറർ. എറർ വാല്യൂ എത്രയായിരുന്നു? 950 ഗ്രാം. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? എറർ ബൈ എറർ വാല്യൂ ഇൻറ്റു 100. ഇതായിരുന്നു പ്രോഫിറ്റ് പെർസെന്റേജിന്റെ ഇക്വേഷൻ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്ത ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഇവിടെ എറർ ബൈ എറർ വാല്യൂ എത്രയായിരുന്നു? ഇവിടെ എററായിട്ട് വന്നത് 50 ഗ്രാം ആണ്. കാരണം 1 കിലോയ്ക്ക് പകരം നമ്മൾ 950 ആണ് ഇവിടെ കൊടുക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 900 ഗ്രാം ആയിരുന്നു. ഇവിടെ അത് എത്രയായി? 950 ആയി. എങ്കിൽ ഇവിടുത്തെ എറർ എത്രയാ? 50 ഗ്രാം ആണ്. എറർ വാല്യൂ എത്രയാ? 950 ഗ്രാം ആണ്. ഇൻറ്റു 100 ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും നോക്കിയേ. ഇവിടെ ഒരു 0 പോയി 595. എത്ര കിട്ടും? 100/19. 100/19 എത്ര കിട്ടും? ഒരു അപ്രോക്സിമേറ്റ്ലി 5.1% നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറയുന്നത്. 5.1% നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി 100/19. ഇനി നമുക്ക് കോസ്റ്റ് പ്രൈസിന്മേൽ 20% പ്രോഫിറ്റ് ഉണ്ട്. ഇനി അല്ലാതെ നമുക്ക് എറർ ചെയ്തതിൽ നമുക്ക് എത്ര പെർസെന്റ് ഉണ്ട്? അപ്രോക്സിമേറ്റ്ലി ഒരു 5%. നമുക്ക് 5% എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അപ്രോക്സിമേറ്റ് പെർസെന്റേജ് മതി. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റിനകത്തല്ല, അപ്രോക്സിമേറ്റ് പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഈ 5.1 നമുക്ക് 5 ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം കോസ്റ്റ് പ്രൈസിന്മേൽ 20% പ്രോഫിറ്റ് ഉണ്ട്. അല്ലാതെ നമുക്ക് എത്ര പെർസെന്റ് പ്രോഫിറ്റ് ഉണ്ട്? ഒരു 5% പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ എഫക്റ്റീവ്ലി അയാളുടെ പ്രോഫിറ്റ് പെർസെന്റേജ് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതാണ് 2% പറഞ്ഞേക്കുന്നത്. എങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ എഫക്റ്റീവ് പെർസെന്റേജ് എടുത്താൽ മതി. 20% പ്രോഫിറ്റ് ആണ്, 5% പ്രോഫിറ്റ് ആണ്. വേണമെങ്കിൽ 5.1 എടുത്താലും കുഴപ്പമില്ല. പ്ലസ് 20 × 5.1, 20 × 5.1/100. ഈ ഇക്വേഷൻ മനസ്സിലായിരിക്കുന്നു. എക്സ് പ്ലസ് 5 പ്ലസ് x5/100. രണ്ടും പോസിറ്റീവ് പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ടും പോസിറ്റീവ് എഴുതുന്നു. എങ്ങനെ എത്ര കിട്ടും? 25.1 പ്ലസ് 20 × 5.1 എത്ര കിട്ടും? 51 × 2, 102/100. എത്ര കിട്ടും? 1.02. ഇതിന്റെ കൂടെ 1.02 കൂടെ ആഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 26.12% ആയിരിക്കും പ്രോഫിറ്റ്. അയാൾക്ക് ഓവറോൾ പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര കിട്ടും? 26.12% അയാൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും വലിയ പ്രോബ്ലം ചെയ്യാനുണ്ടായിരുന്നു? ഒന്നുമില്ല. നമ്മളിതിനെ എഫക്റ്റീവ് പെർസെന്റേജ് ആക്കി ആഡ് ചെയ്തു. വേറെ ഒന്നും ചെയ്യാനില്ല. എന്തായിരുന്നു? ഈ എറർ വരുന്നതിനെ മാത്രം പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ പേഴ്സൻറ്റേജ് നമ്മൾ എടുത്തു. എന്തിനാ പേഴ്സൻറ്റേജ് എടുക്കുന്നത്? ഇവിടെ ഗ്രാം നമുക്ക് 50 ഗ്രാം പ്രോഫിറ്റ് എഴുതാൻ പോരായിരുന്നോ? എന്തിനു വേണ്ടി എടുത്തത്? നമുക്ക് രണ്ടും പേഴ്സൻറ്റേജിൽ കിട്ടിയാൽ നമുക്ക് എന്ത് മെത്തേഡിൽ ചെയ്യാം? എഫക്റ്റീവ് പെർസെന്റേജ് മെത്തേഡിൽ ചെയ്യാം. ഈ എഫക്റ്റീവ് പെർസെന്റേജ് മെത്തേഡ് അല്ല വേറെ മെത്തേഡിലും ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി നമുക്ക് എല്ലാവർക്കും എളുപ്പമുള്ളത് തോന്നുന്നത് ഇതായതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം എറർ ഉള്ള വാല്യൂനെ പെർസെന്റേജ് ആക്കുക. ആൾറെഡി നമുക്കൊരു പെർസെന്റേജ് മെത്തേഡ് കിടപ്പുണ്ട്. അപ്പൊ ഇതിന് രണ്ടിന്റെയും കൂടി ഓവറോൾ പെർസെന്റേജ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ 2 രീതിയിൽ പ്രോഫിറ്റോ ലോസോ, അല്ലെങ്കിൽ ഒരിടത്ത് പ്രോഫിറ്റ് ഒരിടത്ത് ലോസും, അതിന്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കണം. ഈ എഫക്റ്റീവ് കണ്ടുപിടിക്കേണ്ടത് എല്ലാം എന്ത് ചെയ്യുക? നമ്മുടെ എഫക്റ്റീവ് പെർസെന്റേജ് മെത്തേഡ് എക്സ് പ്ലസ് 5 പ്ലസ് x5/100 ആ മെത്തേഡ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ആൻസർ കിട്ടും. ഈ ഒരു ട്രാൻസാക്ഷൻ അയാൾക്ക് എത്ര ഓവറോൾ പ്രോഫിറ്റ് കിട്ടി? 26.12% ആയിരിക്കും എന്ത് അയാളുടെ ഓവറോൾ പ്രോഫിറ്റ് പെർസെന്റേജ്. നമ്മുടെ എക്സാം ക്വസ്റ്റിനെ ചിലപ്പോൾ 26.2 1 എന്ത് കണ്ടാലും നമുക്ക് എന്ത് എഴുതാം? ഇതെഴുതാം. കാരണം ആ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. കറക്റ്റ് 1 2 1 3 എന്ന് പറയുന്ന എക്സാമിന് തരില്ല. ഈ റേഞ്ച് ഓർത്ത് വെച്ചാൽ മതി. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് കോമൺ ടെസ്റ്റിനകത്തൊക്കെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ വേണ്ട. നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്താലും കുറച്ചുകൂടി വേഗത്തിൽ ആൻസർ കിട്ടും. അപ്പൊ ആ രീതിയിലേക്ക് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ക്വസ്റ്റിന്റെ ഓപ്ഷൻ ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നാലും മതി. അപ്പൊ ഇതൊന്ന് പഠിച്ചേക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു? എ പേഴ്സൺ സെൽസ് 64 ഓറഞ്ച് അറ്റ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 80 ഓറഞ്ചസ്. ഫൈൻഡ് ദ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ഹിം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിലും തിരിച്ചു മറിച്ചൊക്കെ തരികയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ. ഇത് സാധാ ട്രഡീഷണൽ മെത്തേഡ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ട്രഡീഷണൽ മെത്തേഡ് അന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എളുപ്പവഴികളായിരിക്കും പറഞ്ഞു തരുന്നത്. മൈൻഡ് കാൽക്കുലേഷൻ, മൈൻഡ് ട്രിക്ക്, ഒരു പേപ്പറും പേനയൊന്നും ആവശ്യമില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അത്ര എളുപ്പമുള്ള മെത്തേഡ് ഉണ്ട്. അപ്പം നോക്കാം ഈ ക്വസ്റ്റ്യൻ. ഇത് മുമ്പ് ഞാൻ തന്നിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻ. ഞാൻ ഓർമ്മിപ്പിക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നെന്നുള്ള കാര്യം. എ പേഴ്സൺ സെൽസ് 64 ഓറഞ്ച് അറ്റ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 80 ഓറഞ്ചസ്. ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്? എ പേഴ്സൺ സെൽസ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 64 ഓറഞ്ച് is equal to at the cost price is equal to the cost price of 80 oranges. ഇപ്പൊ ഓർമ്മ വന്നിട്ടുണ്ടായി ക്വസ്റ്റ്യൻ. ചിലയിടത്ത് സെയിം ആസ് എന്ന് പറയും. എങ്ങനെയായിരുന്നു? എ സെല്ലിംഗ് പ്രൈസ് ഓഫ് 64 ഓറഞ്ച് സെയിം ആസ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് 80 ഓറഞ്ചസ്. ചില ക്വസ്റ്റ്യൻ അങ്ങനെ തരാം. അതേ ക്വസ്റ്റ്യൻ തന്നെയാണിത്. എ പേഴ്സൺ സെൽ 64 ഓറഞ്ച് അറ്റ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് 80 ഓറഞ്ചസ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ അതെനിക്ക് അറിയത്തില്ലെന്ന് വിചാരിക്കരുത്. എന്തായിരുന്നു? എ പേഴ്സൺ സെൽസ് 64 ഓറഞ്ച് അറ്റ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 80 ഓറഞ്ചസ് എന്ന് പറയുന്നതും സെല്ലിംഗ് പ്രൈസ് ഓഫ് 64 ഓറഞ്ചസ് ഇസ് ഈക്വൽ ടു ദി കോസ്റ്റ് പ്രൈസ് ഓഫ് 80 ഓറഞ്ചസ് എന്ന് പറയുന്നത് എല്ലാം സെയിം തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാലും നമ്മൾ ഈ രീതിയിൽ തന്നെ ചിന്തിക്കണം. എന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസ് ഓഫ് 64 ഓറഞ്ചസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 80 ഓറഞ്ചസ്. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാം. എന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 80/64. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 80 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 64 ആയിരിക്കും. എങ്കിൽ അതിന് പ്രോഫിറ്റ് എത്ര കിട്ടും? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് 80 ആണെന്നും കോസ്റ്റ് പ്രൈസ് 64 ആണെന്നും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തേ, മുമ്പുള്ള ക്ലാസ്സിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. എങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാ? 80 - 64 എത്ര കിട്ടും? 16 കിട്ടും അവിടുത്തെ പ്രോഫിറ്റ്. നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പെർസെന്റേജ്. ഈസി അല്ലേ? പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര കിട്ടി? പ്രോഫിറ്റ് ബൈ സി പി എത്രയായിരുന്നു? 64 × 100. 16 × 4 ആണ് 64. 100/4 എത്ര കിട്ടും? 25% പ്രോഫിറ്റ്. ഈ ഒരു ട്രാൻസാക്ഷൻ എത്ര പ്രോഫിറ്റ് കിട്ടും? 25%. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ സാധാ മെത്തേഡാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇനി നമ്മളിങ്ങനെ സാധാ മെത്തേഡ് ഒന്നും വേണ്ട. നമുക്ക് ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടി. എന്താ CP, എന്താ SP, എന്താന്ന് കിട്ടി. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ എത്രയും വേഗത്തിൽ അതിന് ആൻസറിലേക്ക് എത്തിക്കാമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ പേഴ്സൺ സെൽസ് 64 ഓറഞ്ചസ് അറ്റ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് 80 എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് ഓഫ് 64 ഓറഞ്ചസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 80 ഓറഞ്ചസ് ആണ്. എങ്കിൽ SP / CP എടുത്താൽ 80/64 എന്ന് വരും. അപ്പം ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. അപ്പൊ ന്യൂമറേറ്റർ ഈക്വൽ ആയിരിക്കും, ഡിനോമിനേറ്റർ ഈക്വൽ ആയിരിക്കും. എങ്കിൽ സെല്ലിംഗ് പ്രൈസ് 80 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 64 ആയിരിക്കും. ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് ആണ് വലുതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് വലുത്, പ്രോഫിറ്റ് 16 കിട്ടും. എങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയായിരിക്കും? പ്രോഫിറ്റ് ബൈ CP കണ്ടു ചെയ്താൽ മതി. ഇതൊരു മെത്തേഡ്. ഇനി ഇതുപോലെ വേറെ എളുപ്പവഴി ഉണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞൊരു എളുപ്പവഴി, അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ തന്നത്. എന്താണെന്ന് നോക്കാം. ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പത്തിൽ വേഗത്തിൽ നമുക്ക് കിട്ടും. എന്താണെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ഒരു ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ അവസാനം പറയുന്ന സെന്റൻസ് എന്താ നോക്കുക. എ പേഴ്സൺ സെൽസ് 64 ഓറഞ്ച് അറ്റ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് 80 ഓറഞ്ച്. ലാസ്റ്റ് പറയുന്നത് എന്താ? കോസ്റ്റ് പ്രൈസ് ആണ് ലാസ്റ്റ് പറയുന്നത്. പിന്നെന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദി പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ബൈ ഹിം. പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കണം. അപ്പൊ ആ സെന്റൻസിന്റെ അവസാനം പറയുന്നത് ആരാണ്? കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ കോസ്റ്റ് പ്രൈസിലാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലേ? പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്തായിരുന്നു? 2 ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതിലൊരു ഇക്വേഷൻ എന്തായിരുന്നു? കോസ്റ്റ് പ്രൈസിലെ പ്രോഫിറ്റ് പെർസെന്റേജ്. നിങ്ങൾ നോട്ട് എഴുതി നോക്കിയേ. എന്തായിരുന്നു? ഡിഫറൻസ് ബൈ സ്മാളർ വാല്യൂ × 100. ജസ്റ്റ് ഇത് നോട്ട് വെച്ചാൽ പേപ്പറിന്റെ പേരുടെ ഒന്നും ആവശ്യമില്ല, വേഗത്തിൽ ആൻസർ കിട്ടും. എന്തായിരുന്നു? ഡിഫറൻസ് ബൈ സ്മാളർ വാല്യൂ × 100. എന്തിന്റെ ഡിഫറൻസ്, എന്തിന്റെ സ്മാളർ വാല്യൂ? നമുക്ക് 2 നമ്പർ എന്തായാലും ഉണ്ടാവും. 2 നമ്പർ നോക്കിയേ. ഒന്ന് ഇവിടെ 64 ഉണ്ട്, ഒന്ന് ഇവിടെ 80 ഉണ്ട്. ഈ 2 നമ്പർ നോക്കിയാൽ അതിന്റെ ഡിഫറൻസ് 80ന്റെയും 64ന്റെയും ഡിഫറൻസ്. വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട. നമ്മൾ ഇങ്ങനെ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ, സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ വേറെ ഇക്വേഷൻ. അതെല്ലാം നമ്മൾ കാണാൻ പഠിച്ചു. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാണാൻ പഠിച്ചാൽ മതി. നമുക്കിത് വലിയ തലവേദനയൊന്നും അല്ല. എങ്ങനെ ക്വസ്റ്റ്യൻ നല്ല എളുപ്പത്തിൽ കിട്ടും. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാന്ന് നോക്കാം. ഡിഫറൻസ് എത്രയായിരുന്നു? 16 ആയിരുന്നു ഡിഫറൻസ്. സ്മാളർ വാല്യൂ ആരായിരുന്നു? 64 ആണ് സ്മാളർ വാല്യൂ. × 100. 16/64 1/4 × 100 എത്ര കിട്ടും? 25%. വേഗത്തിൽ ആൻസർ ആയില്ലേ? ഇത്രയും എളുപ്പമാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മളല്ലാതെ ഇങ്ങനെ കാണുമ്പോൾ അയ്യോ ഇതിനകത്ത് CP ഇല്ല, SP ഇല്ല, പാടാണ്, ഇത് എന്താ എഴുതിക്കുന്നത് മനസ്സിലാവുന്നില്ല, 80 എണ്ണം വാങ്ങിച്ചു, വിറ്റു, 67 എണ്ണം വാങ്ങിച്ചു, നമ്മളിങ്ങനെ കടന്ന് ചിന്തിക്കുകയൊന്നും വേണ്ട. ഇതുപോലുള്ള 2-3 ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെച്ചേക്കുക. ഒന്നുകിൽ ആദ്യം പറഞ്ഞ രീതി ചെയ്യുക, അല്ലെങ്കിൽ ഈ മെത്തേഡ് ഓർത്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക.
ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് അപ്ലൈ ചെയ്താൽ മതി. 2 സ്റ്റെപ്പേ നമുക്ക് ആവശ്യമുള്ളൂ, 2 സെക്കൻഡിന്റെ കാര്യമുള്ളൂ. മൈൻഡ് ചെയ്താൽ പോലും കിട്ടും, ഇക്വേഷൻ അറിയാൻ കിട്ടും, വേഗത്തിൽ കിട്ടും. അപ്പൊ അതൊക്കെ ഓർത്ത് വെച്ചേക്കാം. കാരണം നമ്മൾ ഈ കാണുന്ന അത്ര പാടൊന്നുമില്ല എന്ത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻ. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. ഇതേപോലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ബൈ സെല്ലിംഗ് 30 മാംഗോസ് ഓൾ ലോസ് ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് 6 മാംഗോസ്, വാട്ട് ഈസ് ദി ലോസ് പെർസെന്റേജ്? ചെയ്യാൻ പറ്റുമോ നോക്കി. സാധാ മെത്തേഡിൽ ഞാൻ പറഞ്ഞുതരാം, എളുപ്പവഴി 1, 2, 3 മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്താണോ എളുപ്പം ആ രീതിയിലെല്ലാം പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. എന്തായിരുന്നു? ഒരാൾ 30 മാംഗോ വിറ്റപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് 6 മാംഗോസ് അയാൾക്ക് നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കുക, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാൾ 30 മാങ്ങ വിറ്റപ്പോൾ ഒരു മാങ്ങ വിറ്റാൽ എത്ര രൂപ കിട്ടുമോ അത് കണക്കാക്കിയാൽ 6 മാങ്ങ വിൽക്കുന്ന പൈസയാണ് എന്ത് ചെയ്തത് അയാൾക്ക് നഷ്ടപ്പെട്ടത്. ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ചില ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ബൈ സെല്ലിംഗ് 30 മാംഗോസ് ഓൺ ലോസ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് 6 മാംഗോസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ സെല്ലിംഗ് പ്രൈസ് ഓഫ് 6 മാംഗോസും കോസ്റ്റ് പ്രൈസ് ഓഫ് 6 മാംഗോസ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴെല്ലാം നമ്മുടെ ക്വസ്റ്റിനകത്തോ ആൻസറിനകത്തൊക്കെ വ്യത്യാസം വരും. എന്താണ് അവിടെ നടക്കുന്നത് മനസ്സിലാക്കി എളുപ്പവഴികൾ മനസ്സിലാക്കി തന്നെ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പവഴിയൊന്നും വേണ്ട, ഇതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സാധാ ട്രഡീഷണൽ മെത്തേഡ് പറഞ്ഞുതരാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. കുറച്ച് മുമ്പുള്ള ക്വസ്റ്റ്യൻ ഞാൻ പണ്ട് പറഞ്ഞു തന്നിരുന്നു. ഇനി ലോസ് വരുന്ന ക്വസ്റ്റിനകത്താണെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇതുപോലെ നമ്മൾ സാധാ മെത്തേഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് പ്രൈസ് ഓഫ് 1 മാംഗോസ് 1 രൂപയുടെ എടുത്തു. കാരണം നമ്പറല്ലേ എന്നേക്കുന്നത്, വേറെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഇതിട്ട ബാക്കിയെല്ലാം ആൻസറായി, പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നോക്കാം, ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് 1 രൂപയായിരുന്നു. കോസ്റ്റ് പ്രൈസ് അല്ല, ഇവിടെ സെല്ലിംഗ് പ്രൈസ് അല്ല പറഞ്ഞേക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് എടുക്കാം. സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 മാംഗോസ് എത്ര എടുത്തു? 1 എടുത്തു. എന്താ കാര്യം? ഇവിടെ സെല്ലിംഗ് പ്രൈസിന്റെ കഥയിലേ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് 1 എടുത്തു. ഇവിടെ എന്ത് എഴുതി? ബൈ സെല്ലിംഗ് 13 മാംഗോസ്. അങ്ങനെ അയാൾ 30 മാംഗോസ് വിൽക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് 30 മാംഗോസ് അയാൾക്ക് എത്ര രൂപ കിട്ടും? വേറെ ഒന്നും ആലോചിക്കണ്ട, ഇതങ്ങ് എഴുതി പോയാൽ മതി. ട്രഡീഷണൽ മെത്തേഡ് വലിയ പാടൊന്നുമില്ല, 2 സ്റ്റെപ്പ് അധികം ആവുന്നുള്ളേ ഉള്ളൂ, അല്ലാതെ തലവേദന കേസൊന്നുമില്ല. അപ്പൊ 1 മാങ്ങ വിറ്റാൽ അയാൾക്ക് 1 രൂപ കിട്ടും. അയാൾ എത്ര മാങ്ങ വിറ്റിട്ടുണ്ട്? 30 മാങ്ങ വിറ്റിട്ടുണ്ട്. 30 മാങ്ങ വിറ്റാൽ അയാൾക്ക് എത്ര രൂപ കിട്ടും? സ്വാഭാവികമായിട്ടും 1 മാങ്ങ വിറ്റാൽ 1 രൂപ കിട്ടുമെങ്കിൽ 30 മാങ്ങ വിറ്റാൽ അയാൾക്ക് 30 രൂപ കിട്ടും. ഇതിനകത്ത് വലിയ തലവേദനയുടെ കാര്യമൊന്നുമില്ല, ജസ്റ്റ് അങ്ങ് എഴുതി പോയാൽ മതി. ഇങ്ങനെ വിറ്റപ്പോൾ അയാൾക്ക് ലോസ് സംഭവിച്ചു. എത്ര ലോസ് സംഭവിച്ചു? സെല്ലിംഗ് പ്രൈസ് ഓഫ് 6 മാംഗോസ് അയാൾക്ക് ലോസ് സംഭവിച്ചു. അയാൾക്ക് നഷ്ടപ്പെട്ടു. എത്ര രൂപ നഷ്ടപ്പെട്ടു? 6 മാങ്ങ വിൽക്കുന്ന പൈസ നഷ്ടപ്പെട്ടു. നമുക്കറിയാം 1 മാങ്ങ വിറ്റാൽ എത്ര രൂപ കിട്ടും? 1 രൂപ കിട്ടും. എങ്കിൽ 6 മാങ്ങ വിറ്റാൽ എത്ര രൂപ കിട്ടണം? 6 രൂപ കിട്ടണം. എന്ന് വെച്ചാൽ 6 മാങ്ങ വിറ്റാൽ കിട്ടുന്ന പൈസ അയാൾക്ക് നഷ്ടപ്പെട്ടു. 6 മാങ്ങ വിറ്റാൽ 6 രൂപ കിട്ടണം. അപ്പൊ ആ 6 രൂപയൊക്കെ എന്ത് സംഭവിച്ചു? നഷ്ടപ്പെട്ടു. നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് അറിയാം, ലോസ് അറിയാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. ഇതൊക്കെ ബേസിക് കൺസെപ്റ്റ് ആണ്. 30 രൂപയ്ക്ക് സാധനം വിറ്റു, അങ്ങനെ വിറ്റപ്പോൾ 6 രൂപ നഷ്ടപ്പെട്ടു. എങ്കിൽ സി പി വെച്ച് എത്രയായിരിക്കും? എസ് പി പ്ലസ് ലോസ് ആണ് എന്ത് എപ്പോഴും സി പി എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസിലൂടെ ലോസ് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സി പി കിട്ടുന്നത്. എങ്കിൽ എത്രയായിരിക്കും അയാളുടെ സി പി? 36 റുപ്പീസ് ആയിരിക്കും അയാളുടെ എന്ത് സി പി. അയാൾ 36 രൂപ കൊടുത്ത് സാധനം മേടിച്ചു, അയാൾ 30 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ വിറ്റപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? 6 രൂപ നഷ്ടപ്പെട്ടു. 6 രൂപ നഷ്ടപ്പെടണമെങ്കിൽ ഉറപ്പായിട്ട് അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 36 രൂപയായിരിക്കും. അങ്ങനെ 36 രൂപയ്ക്കാണ് അയാൾ സാധനം മേടിച്ചത്. അയാൾ എത്ര രൂപയ്ക്ക് വിറ്റു? 30 രൂപയ്ക്ക് വിറ്റു. 6 രൂപ നഷ്ടപ്പെട്ടു. നമുക്ക് വേണ്ടത് എന്താ? ലോസ് പെർസെന്റേജ് അല്ലേ? എങ്കിൽ ലോസ് പെർസെന്റേജ് നമുക്കറിയാം. ലോസ് എത്രയായിരുന്നു? 6 ലോസ്, 6 രൂപ നഷ്ടപ്പെട്ടു. നമുക്ക് കോസ്റ്റ് പ്രൈസ് അറിയാം 36 ആണെന്ന്, ഇൻറ്റു 100. ഈ ഒരു ഇക്വേഷനൊക്കെ മനസ്സിലായോ എന്താണെന്ന്? എന്തായിരുന്നു? ലോസ് ബൈ സി പി ഇൻറ്റു 100 ചെയ്യുമ്പോൾ അല്ലേ ലോസ് പെർസെന്റേജ് കിട്ടുന്നത്. നമുക്ക് ലോസ് അറിയാം 6 റുപ്പീസ് ആണെന്നുള്ള കാര്യം. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചു? അതായത് എസ് പിയിൽ നിന്നും സി പിയിൽ നിന്ന് എസ് പി കുറയ്ക്കുമ്പോൾ സി പി മൈനസ് എസ് പി ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുന്നത്? ലോസ് കിട്ടും. നമുക്ക് ഇക്വേഷൻ ഒക്കെ അറിയാം. സി പിയിൽ നിന്ന് എസ് പി കുറച്ചാലാണ് ലോസ് കിട്ടുന്നത്. എങ്കിൽ സി പിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? സി പി സിക്കൽ ലോസ് പ്ലസ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ആ ഇക്വേഷൻ തിരിച്ചിട്ടു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സി പി കിട്ടി 36 റുപ്പീസ്. അങ്ങനെ ആ സി പിയും നമുക്കറിയാം, ലോസും നമുക്കറിയാം എത്ര രൂപ നഷ്ടപ്പെട്ടത്. എങ്കിൽ ലോസ് പെർസെന്റ് എത്രയായിരിക്കും? ലോസ് ബൈ സി പി 100 എത്ര കിട്ടും? 100/6 എത്ര കിട്ടും? 16.66% ലോസ് ആയിരിക്കും നഷ്ടപ്പെടും. ഈ ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് എത്ര രൂപ നഷ്ടപ്പെടും? 16.66% ആയിട്ട് നഷ്ടപ്പെടും. ഇത് സാധാ മെത്തേഡാണ്. ഇനി ഈ സാധാ മെത്തേഡ് അല്ലാതെ ഇക്വേഷൻ മെത്തേഡിൽ ഇത് ചെയ്താൽ അടുത്തൊരു ഇക്വേഷൻ മെത്തേഡ് നമ്മൾ സാധാ ചെയ്യുന്ന മെത്തേഡിലാണെങ്കിൽ എത്ര കിട്ടും നോക്കി നോക്കാം. ഇതേ കാര്യം തന്നെ. അപ്പൊ ഇതിന്റെ എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുന്നു, അതിന്റെ രണ്ടാമത് പറയുന്നത് ആ സെന്റൻസിന്റെ അവസാനം പറയുന്നത് എന്താ നോക്കുന്നു. ഇവിടെ അവസാനം പറയുന്നത് എന്താ? സെല്ലിംഗ് പ്രൈസ് ആണ് പറയുന്നത്. പിന്നെ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ സെല്ലിംഗ് പ്രൈസിലാണ്,
ലോസ് പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ഒറ്റ സ്റ്റെപ്പ് ആൻസർ കിട്ടും. സെല്ലിംഗ് പ്രൈസിലാണ് ലോസ് പെർസെന്റേജ് ആണെങ്കിൽ എന്തായിരിക്കും? സ്മാളർ വാല്യൂ ബൈ സം ഇൻറ്റു 100 ആയിരിക്കും. നമ്മളെ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. സ്മാളർ വാല്യൂ ബൈ സം. ഇവിടെ രണ്ട് നമ്പർ ഉണ്ട്. എന്തായിരുന്നു? ഒന്ന് 30 ആയിരുന്നു, ഒന്ന് 6 ആയിരുന്നു. രണ്ട് നമ്പർ എങ്കിൽ അതിന്റെ സ്മാളർ വാല്യൂ ആരാ? 6 ആണ് സ്മാളർ വാല്യൂ. സം എത്രയാ? 30 + 6 36 ഇൻറ്റു 100. നമ്മൾ വേറെ ഒന്നും ആലോചിക്കണ്ട, ഈ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി. 6/36 100/6 എത്ര കിട്ടും? 16.66%. ഇത് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു പേപ്പറിന്റെ പേനയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഇക്വേഷൻ എഴുതിക്കാൻ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ അറിയാമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ആയി. എന്തായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് ആണ് ലാസ്റ്റ് പറയുന്നത്. ലോസ് പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ മൈൻഡിൽ അറിയാം എന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസിലാണ് ക്വസ്റ്റ്യൻ. ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്മാളർ വാല്യൂ ബൈ സം ഇൻറ്റു 100. സ്മാളർ വാല്യൂ തന്നിരിക്കുന്ന നമ്പറുകൾ നോക്കുന്നു, അതിലെ ചെറിയ വാല്യൂ എന്താന്ന് നോക്കുന്നു. ചെറിയ വാല്യൂ എത്രയാ? 6 ബൈ സം. എന്തായിരുന്നു? പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ ബൈ ഡിഫറൻസ് ആയിരുന്നു, ലോസ് ആണെങ്കിൽ ബൈ സം ആണ്. അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. 6/36 ആൻസർ എത്ര കിട്ടും? 16.6. അത്ര എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. ഇതുപോലെ 1-2 ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കുറച്ചധികം ക്വസ്റ്റ്യൻ ഈ നമ്പറുകളൊക്കെ മാറ്റി നിങ്ങൾ തന്നെ ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ട്രഡീഷണൽ മെത്തേഡിൽ എളുപ്പമായും ചെയ്ത് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഏതെങ്കിലും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടുതന്നാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തും തരാം. അതിലൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ നിങ്ങളെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിൽ എളുപ്പവഴിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ട്രഡീഷണൽ മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിലൊന്നും കുഴപ്പമില്ല. അത് ഏത് ടോപ്പിക് ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡൗട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചോ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. കാരണം ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് പോയിട്ട് മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഏത് വന്നാലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഏതൊക്കെ മെത്തേഡ് ചെയ്യാൻ പറ്റുന്ന ഓർമ്മ വരണം. അങ്ങനെ ഓർമ്മ വരണമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയേ വരും. ദിവസം ചെയ്ത് നോക്കണം. ഓരോ ദിവസം ഓരോ ഇത് വെച്ച് ചെയ്ത് നോക്കണം. എങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിൽ ഇങ്ങനെ ഫീഡ് ആവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർമ്മ വരുള്ളൂ. അപ്പൊ ചെയ്തു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ദിവസം കാണാം. ശരി, എങ്കിൽ